ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ കട്ടറാണ്. ഓൺലൈനിൽ ഞാൻ നോക്കിയപ്പോൾ അതിന് 215 രൂപ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഒരു പേപ്പർ കട്ടർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ വീഡിയോ കാണുന്ന രീതിയിൽ മെഷർമെൻറ്റ്സ് അളവെടുത്ത് കാർഡ്ബോർഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനൊരു ബ്ലൂ ആൻഡ് ഓറഞ്ച് തീമിലാണ് കേട്ടോ പേപ്പർ കട്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു വൈറ്റ് പേപ്പർ നമ്മൾ ഒട്ടിക്കുമ്പോൾ ആ ഒരു ബ്ലൂ കളർ ആ ഒരു പേപ്പറിൽ പശ പറ്റാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കാം. പിന്നെ ഞാൻ 2 കാർഡ്ബോർഡ് അതിൽ ഒട്ടിച്ച് വെച്ചു. പിന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ട് വേണം കേട്ടോ നമ്മൾ ആ 2 പേപ്പേഴ്സും കാർഡ്ബോർഡ്സും ഒന്ന് ഒട്ടിച്ചെടുക്കാൻ. പിന്നെ ഞാൻ ആ ഒരു റൗണ്ട് ഷേപ്പിനുള്ള ആ ഒരു കാർഡ്ബോർഡിൽ ഒരു ചെറിയ പീസ് ബ്ലേഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഗ്യാപ്പിലേക്ക് ആ ഒരു ബ്ലേഡ് ഇൻസേർട്ട് ആവുന്ന രീതിയിൽ നമ്മൾ ആ ഒരു വൈറ്റ് പോർഷനിൽ മാത്രം ഗം തേച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വർക്കിംഗ് ആണോ നമ്മൾ നോക്കണം. എന്നിട്ട് ഈ ഒരു വലിയ പീസിലേക്ക് നമ്മളത് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. പേപ്പർ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഞാൻ പേപ്പർ വെച്ച് കൊടുക്കാം എന്ന രീതിയിൽ ഞാൻ കുഞ്ഞ് 2 പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്നില്ല കേട്ടോ, ഓപ്ഷനിലാണ്. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പേപ്പർ കട്ടർ റെഡിയായി. ഇനി ഇത് വർക്ക് ആവുമല്ലോ എന്ന് നോക്കണ്ടേ. അതിനായിട്ട് ഞാൻ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊക്കിയിട്ട് ഇതുപോലെ വെച്ചൊന്ന് ആക്കി കൊടുത്താൽ മതി. സൂപ്പറായിട്ട് പേപ്പർ കട്ടർ വർക്ക് ആവുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പേപ്പർ കട്ടർ വർക്ക് ആവുന്നുണ്ട്.